തേർഡ് സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി ആയിരുന്നു. ഇന്ന് അഡ്വാൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. The volume of output produced in perfect competition will be greater than that of any other market forms. മറ്റേതൊരു മാർക്കറ്റ് ഫോംസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഏതെങ്കിലും ഒരു ഫേം കൂടുതൽ ഏൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മറ്റു ഫേംസുകളും കൂടെ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നു, അതുവഴി കൂടുതൽ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ഔട്ട്പുട്ടിലേക്ക് നയിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ഓഫ് ബോത്ത് പ്രൊഡക്റ്റീവ് ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. ദസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് പെരറ്റോ ഒപ്റ്റിമൽ. ഉൽപ്പാദനത്തിലെ കാര്യക്ഷമത, അതാണ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉൽപ്പാദനത്തിലും അതുപോലെ അതിൻ്റെ വിനിയോഗത്തിലും എഫിഷ്യൻസി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പെരേറ്റോ ഒപ്റ്റിമൽ ആണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദ റിസോഴ്സസ് ഓഫ് ദി എക്കോണമി are used most efficiently to produce the goods and services. This is attained when a firm produces at the lowest point on the lazy curve. അതെന്താ പറയുന്നത്? വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്നതാണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്കോണമിയിലെ റിസോഴ്സസ് ഏറ്റവും എഫിഷ്യൻ്റായ മാർഗത്തിൽ അല്ലെങ്കിൽ വിധത്തിലാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്നത്. LACയുടെ ഏറ്റവും മിനിമം പോയിന്റിലാണ് ഒരു വ്യവസായ സ്ഥാപനം ഉൽപ്പാദനം നടത്തുന്നത്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, then the fourth one is low production cost. The existence of perfect competition in the factor market enables a firm to produce the commodities and services at the lowest possible cost. ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ ഉൽപ്പാദന ചെലവ് അല്ലേ. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് നിലനിൽക്കുന്നതെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കുന്നു. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ഫാക്ടർ മാർക്കറ്റിൽ പെർഫെക്റ്റ് എക്കോണമി, പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ it helps a firm to produce the commodities and services at the lowest possible cost. Okay, then the fifth one is lower price. The resources are used most efficiently in the production of goods and services. The firms are operating at the lowest point on the lazy curve. The firms earn zero economic profits. Thus the consumers purchase the commodities and services at the lowest possible price. കുറഞ്ഞ വിലയായിരിക്കും. ഇപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കറിയാം റിസോഴ്സ് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ LACയുടെ ഏറ്റവും മിനിമം പോയിന്റിലാണ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫേംസ് എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക്, കൺസ്യൂമേഴ്സിന് സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഏറ്റവും താഴ്ന്ന വിലക്കായിരിക്കും ലഭിക്കുന്നത്. അതാണ് കുറഞ്ഞ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. And sixth is absence of selling cost. ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഹോമോജീനിയസ് സ്വഭാവമാണല്ലേ, ഒരു ഏകാത്മകമായിട്ടൊരു സ്വഭാവമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ there is no need for incurring selling cost. അതുകൊണ്ട് തന്നെ വിൽപ്പന ചെലവ് ആവശ്യമില്ല. അഡ്വർടൈസിങ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ് ആണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നത്. ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, low production cost, lower price, absence of selling cost. Okay, that's all.